أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا എന്ന് തുടങ്ങുന്ന മുസമ്മിൽ സൂറത്ത് പാരായണം ചെയ്ത് ഈ സഹാബി വര്യൻ പള്ളിക്കകത്ത് കയറി നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്ത് ഇന്ന ലദൈനാ അൻകാലൻ വജഹീമാ വതആമൻ ലാ ഉസ്സതിൻ വഅദാബൻ അലീമാ യൗമ തർജുഫുൽ അർളു വൽ ജിബാലു വകാനത്തിൽ ജിബാലു കതീബൻ മഹീലാ. വിശുദ്ധ ഖുർആനിൽ ആഖിറത്തെ പരാമർശിക്കുന്ന അർത്ഥം വരുന്ന ആയത്തതാ റസൂലുള്ളാഹി ഓതുകയാണ്. നരകീയ അഗ്നിയെ പരാമർശിക്കുന്ന സൂറത്ത് റസൂലുള്ളാഹി ഓതുകയാണ്. നരകത്തിലെ ഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള ആയത്ത്, ഖിയാമത്ത് നാളിനെ ഭയാനകതയെ പറയുന്ന ആയത്ത്. അല്ലാഹു പറയുന്നത് എന്താണ്? തീർച്ചയായും ഞങ്ങളുടെ പക്കൽ നിങ്ങളെയൊക്കെ ബന്ധിക്കുന്ന തീ ചങ്ങലകളുണ്ട്. മാത്രമല്ല കാൽച്ചങ്ങലകൾക്ക് പുറമേ ഞങ്ങളുടെ കയ്യിൽ അഗ്നികുണ്ടാരങ്ങളുണ്ട്. നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങുന്ന നോവേറിയ ശിക്ഷയായ ഭക്ഷണം നിങ്ങൾക്ക് തരാൻ നരകത്തിൽ നമ്മൾ കാത്തുവച്ചിട്ടുണ്ട് എന്നെല്ലാം അർത്ഥം വരുന്ന, മാത്രമല്ല ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? പർവ്വതങ്ങളും എല്ലാം ഭൂമിയുമൊക്കെ പടലങ്ങളെ പോലെ പാറിപ്പറക്കുകയും ചിതറിത്തെറിക്കുകയും ചെയ്യുന്ന ഭയാനകമായ ഖിയാമത്ത് നാള്. ഈ അർത്ഥം വരുന്ന സൂക്തങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി ബോധം കെട്ട് നിലത്ത് വീണുപോയി. നിസ്കാരം നിർവഹിച്ചിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, മോനെ ഉമറേ, എവിടെയാണ് സഅലബ? നബിയെ, ബോധരഹിതനായി കിടക്കുകയാണ്. ഹബീബ് വന്നിട്ട് വിളിച്ചുണർത്തി, എന്തു പറ്റി മോനെ സഅലബ? അവിടുന്ന് പറയുന്നു, നബിയേ, തൊടല്ലേ നബിയേ, എന്നെ സ്പർശിക്കല്ലേ നബിയേ, ഈ കണ്ണുകൾക്ക് അവിടുത്തെ മുഖം കാണാൻ യോഗ്യതയില്ല, ഈ കണ്ണുകൾക്ക് ഈ തലകൾക്ക് അവിടുത്തെ നേർക്കിങ്ങനെ തിരിക്കാൻ അർഹതയില്ല. അല്ലാഹുവിന്റെ നരകത്തിൽ പേടിക്കാതെ ഹറാമ് കണ്ടുപോയവനാണ് ഞാൻ. പശ്ചാത്താപമുണ്ടോ നബിയേ? പടച്ചറപ്പെനിക്ക് പൊറുത്തു തരുമോ നബിയേ? 1000 തെറ്റുകൾ എന്റെ നിത്യജീവിതത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. നമ്മൾ 1000 തെറ്റുകൾ ചെയ്യാറില്ലേ? നമ്മുടെ മനസ്സിനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത മതിക്കാറുണ്ടോ? ഈ സഹാബി വര്യന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഹബീബിനോട് പറയുന്നു, എന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുമോ നബിയേ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നാരകീയ ശിക്ഷയെപ്പറ്റി കാവൽ ചോദിക്കുന്ന വിശുദ്ധമായൊരു പ്രാർത്ഥന പ്രവാചക പുങ്കവർ ചൊല്ലിക്കൊടുത്തിട്ട്, നീ ആവർത്തിച്ച് ചൊല്ലിക്കോ സഅലബ. റസൂലുള്ളാഹി തങ്ങൾ സദുപദേശം നടത്തി. അവിടുന്ന് വീട്ടിലേക്ക് പോയി. പിന്നെയും നോക്കുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബിയെ അതാ ജമാഅത്തിന് കാണുന്നില്ല, നിസ്കാരത്തിന് വരുന്നില്ല. അന്വേഷിച്ചു നോക്കുമ്പോൾ വഹുവ മരീവൻ, അവിടുന്ന് രോഗിയാണ്. ഹബീബായ നബി സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. നോക്കുമ്പോൾ സക്കറാത്തിന്റെ ഹാലിലാണ്. സക്കറാത്തിന്റെ ഹാലിൽ കിടന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന ശ്രേഷ്ഠനായ സഹാബി വര്യന്റെ തലയെടുത്ത് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട മടിത്തട്ടിലേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ പെട്ടെന്ന് തല ഇങ്ങനെ വെട്ടി തിരിച്ചിട്ട് പറയുന്നു, നബിയേ,
പാപം കണ്ടുപോയ ഈ കണ്ണുകളുള്ള തല അവിടുത്തെ ശ്രേഷ്ഠ സമ്പന്നമായ പരിശുദ്ധ പരിശ്രേഷ്ഠമായ മടിത്തട്ടിൽ വെക്കാൻ യോഗ്യതയില്ല നബിയേ. മോനെ സഅലബ, നിനക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. നീ വല്ലാതെ പടച്ചറപ്പിനോടും പശ്ചാത്തപിച്ചയാളാണ്. നിന്റെ തൗബയൊക്കെ ഇഷ്ടപ്പെട്ടു പോയി സഅലബ. ഈ സന്തോഷത്തിന്റെ വർത്തമാനം റസൂലുള്ളാഹി അറിയിച്ചപ്പോൾ ഒരു വല്ലാത്ത അതാ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. മുഅ്മിനീങ്ങളെ, ജനാസ എടുക്കുന്ന നേരത്ത് റസൂലുള്ളാഹി തങ്ങളാണ് ജനാസയ്ക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തത്. ആ മയ്യിത്തുമായി ബന്ധപ്പെട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തയാൾ റസൂലുള്ളാഹി തങ്ങളാണ്. ജനാസ കൊണ്ടുപോകുമ്പോ മുത്തുനബി പെരുവിരൽ കുത്തിയിട്ടാണ് നടക്കുന്നത്. സഹാബിമാര് ചോദിച്ചു, നബിയേ, എന്തിനാണ് അവിടുന്ന് പെരുവിരൽ കുത്തിയിട്ട് മഹാനായ സഅലബയുടെ ജനാസയും കൊണ്ടുപോയത്? അപ്പൊ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബിലേക്ക് വല്ലാതെ പശ്ചാത്തപിച്ചു പോയ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചു പോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ആകാശലോകത്ത് നിന്ന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ആയിരം മാലാഖമാർ ഇറങ്ങി വന്നുപോയി. അവർക്ക് തിക്കും തിരക്കും കാണിക്കുന്ന മാലാഖമാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ എന്റെ പെരുവിരലുകൾ കുത്തി കുത്തി നടന്നത്. ഇതെന്തൊരു ശ്രേഷ്ഠതയാണ്, ഇതെന്തൊരു പവിത്രതയാണ്. ആധുനിക ലോകത്തെ ചെറുപ്പക്കാരോട് ഈ തിയറീസുകൾ പറഞ്ഞാ മനസ്സിലാകുവോ? ഇതൊക്കെ പ്രസംഗിച്ചാൽ ആരെങ്കിലും ഉൾക്കൊള്ളുവോ? ഇന്നെല്ലാവരും പ്രണയത്തിന്റെ പിന്നാലെ പായുന്ന ആളുകളാണ്. ദിനേന ദിനം പ്രതി എത്ര ഹറാമുകൾ ഞാനും നിങ്ങളും കാണാറുണ്ട്. നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും വല്ല വേദനയുമുണ്ടോ? അതെന്തുകൊണ്ടാണ് വരാത്തത്? നമ്മുടെ ഖൽബിൽ ഈമാനിന്റെ കുറവുള്ളത് കൊണ്ടാണ്.